ഞാൻ ശ്രീ വാണിമേൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ അങ്ങയോട് ഞാൻ അനുഭാവം പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന കാണുമ്പോഴും ബോംബ് സ്ഫോടനത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാണുമ്പോഴും ഒന്നും രസിക്കുന്ന അല്ലെങ്കിൽ അത് കാണുമ്പോൾ സുഖമുള്ള ഒരു ജനതയല്ല ഭാരതത്തിലുള്ളതും അതുപോലെ കേരളത്തിലുള്ള ആളുകൾ. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം നിങ്ങൾ എടുക്കാമല്ലോ. അവിടെ ഗാസയിലേക്ക് ഒരു രാത്രി ഇടിച്ചു കയറി 1200-ലധികം ആളുകളെ കൊല്ലുകയും സ്ത്രീകളും കുട്ടികളുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ബന്ദിയാക്കുകയും ചെയ്തിടത്താണ് ഇപ്പോഴുള്ള ഈ സമരത്തിൽ ഇപ്പോഴുള്ള ഈ കൂട്ടക്കുരുതിയുടെ തുടക്കം. എന്നിരുന്നാൽ പോലും ഇസ്രായേൽ ചെയ്ത ഈ നിലപാടിനെ അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും അതായത് പാലസ്തീനും നടത്തുന്ന യുദ്ധങ്ങളെ ന്യായീകരിക്കുന്ന വ്യക്തികളല്ല ഞങ്ങളാരും. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക. പക്ഷേ ഈ പാലസ്തീന ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം എന്താണ് നിങ്ങളുടെ സങ്കടം? ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞില്ല ഇസ്ലാമിക തീവ്രവാദമില്ലാതെ. ഞാൻ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരാം. നൈജീരിയയിൽ കൂട്ടക്കുരുതി നടക്കുന്നു, അർമീനിയയിൽ കൂട്ടക്കുരുതി നടക്കുന്നു, അസർബൈജാനിൽ കൂട്ടക്കുരുതി നടത്തുന്നു. അതൊക്കെ വിട്ടു. അതൊക്കെ ക്രൈസ്തവ സമൂഹത്തിനിടെ വലിയ പീഡനം നടന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ തൊട്ടടുത്ത രാജ്യം ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ കൂട്ടക്കുരുതി നടന്നു. ആരെയാണ്? ഇന്ത്യ അല്ലെങ്കിൽ ഹൈന്ദവ വർഗത്തിൽപ്പെട്ട ഹിന്ദുക്കളായ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താ ഈ സങ്കടമില്ലാത്ത? ആ സങ്കടമില്ലായ്മയുടെ പേരാണ് ഇസ്ലാം. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്ക് നിങ്ങൾ പറഞ്ഞില്ലേ ഇസ്ലാമിക ഭീകരതയെന്ന്. അത് നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ കരുതുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടമുള്ള ഈ സ്ത്രീകളും കുട്ടികളും പാവപ്പെട്ടവരും ജനിച്ച മണ്ണിൽ ആ ബംഗ്ലാദേശിൽ ജനിച്ച മനുഷ്യനാണ് ഈ കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശിൽ മരിച്ച ഹൈന്ദവരാണ് കൊല്ലപ്പെട്ടത്. അവിടെ എന്താ നിങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തിയില്ല? അവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷമം ഉണ്ടായില്ല? അപ്പൊ നിങ്ങൾക്ക് ചില രാജ്യങ്ങളിൽ മാത്രം വിഷമം ഉണ്ടാകുന്നതിന്റെ പേരാണ് ഇസ്ലാമിക ഭീകരത എന്ന്. ആ ഭീകരതയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള ചില ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെയൊന്നും നിങ്ങൾ പ്രതിഷേധിച്ചില്ലല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് അവിടെ എവിടെയൊന്നും നിങ്ങൾക്കില്ലാത്ത പ്രതിഷേധം, അർമേനിയയിൽ ഇല്ലാത്ത, നൈജീരിയയിൽ ഇല്ലാത്ത, അസർബൈജാനിൽ ഇല്ലാത്ത പ്രതിഷേധം നിങ്ങൾക്ക് പാലസ്തീനിൽ മാത്രം ഉണ്ടാകുന്നതിന്റെ പേരാണ് ഇസ്ലാമിക ഭീകരതവാദം. അത് അങ്ങനെ തന്നെ പറയുക ചെയ്യും. ഹലോ, ആദ്യം ഒന്ന് കേൾക്കൂ, ഒന്ന് കേൾക്കാൻ പറഞ്ഞത് കേൾക്കൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പ്രവാചകന്റെ ചര്യകളുമാണ്. അത് ഭീകരതമായി ബന്ധമില്ല. ചില മുസ്ലിങ്ങൾ സമ്മതിക്കുന്നു ചെയ്തേക്കാം, അത് ഇസ്ലാമായിട്ട് ബന്ധമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിധത്തിലും അതായത് അവിടെ പാണക്കാട് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ഈ രാജ്യത്ത് പലപ്പോഴും വലിയ സംഘർഷത്തിലേക്ക് ഈ രാജ്യം കടന്നു പോകുമ്പോ ഈ ഒരു തരത്തിലും ആയുധം കയ്യിലെടുത്താൻ പാടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ മുതിർന്ന പഴയ ഒരു നേതാവ്, ആ മനുഷ്യൻ കാണിച്ച ആർജവം, ഈ പറയുന്ന മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ മനുഷ്യൻ കാണിച്ച ആർജവം ഇന്നുള്ള മുസ്ലിം നേതാക്കൾക്ക് ഈ വിഘടനവാദ സംഘടനകളോട് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്. നിങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ മതേതൃത്വം തകർക്കുന്ന പ്രവർത്തികളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം മുസ്ലിം ലീഗിൽ നഷ്ടപ്പെട്ടപ്പോ ആ മുസ്ലിം ലീഗിനെയും ഈ കൂടെ കൂടാൻ നിങ്ങൾക്ക് ഇനി കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ തീവ്രവാദങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന സംഘടനകൾക്ക് നിങ്ങൾ കൂടെ നിൽക്കുമ്പോ മുസ്ലിം ലീഗിനെയും അങ്ങനെ അല്ലാത്തൊരു കാലഘട്ടം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിം ലീഗ് അതല്ല. കാരണം നിങ്ങൾക്ക് ഇതിനെതിരെ ശബ്ദിച്ചാൽ നിങ്ങളുടെ പാർട്ടി കാണില്ല. മലപ്പുറത്തും കോഴിക്കോടും നിങ്ങളുടെ പാർട്ടി കാണില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളിപ്പോ മിണ്ടാതിരിക്കുക. നിങ്ങളിപ്പോ ഇതിനെല്ലാം ഓശാന പാടിക്കൊണ്ടിരിക്കുക. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ബഹുമാനിച്ചിരുന്ന, ഞങ്ങളൊക്കെ ആദരവോടെ കണ്ടിരുന്ന പാണക്കാട്ട് കുടുംബവും അതിന്റെ നേതൃത്വവും ഇന്ന് എവിടെ പോയിരിക്കുന്നു? മുസ്ലിം ലീഗ് ഏറ്റവും വെല്ലുവിളി നേരിട്ടത് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ്. തീവ്രവാദ ചിന്തയുമായി പോയ മുസ്ലിങ്ങളിൽ നിന്നാണ് മുസ്ലിം ലീഗ് വെല്ലുവിളി നേരിട്ടത്. അവരെ അതിജയിച്ചു മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് പലരും മുസ്ലിം ലീഗ് വിട്ടു പോവേണ്ടി വന്നത്. മനസ്സിലാക്കാം. നിങ്ങളാരെ തൃപ്തിപ്പെടുത്താനുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് BJP ഗവൺമെന്റിനെയോ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ലീഗിന്റെ നയം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നയമാണ്. എന്താണ് നയം? സമാധാനമാണ്, ശാന്തിയാണ്, മനുഷ്യന്റെ ജീവനും സ്വത്തുമാണ് സംരക്ഷണം നൽകേണ്ടതുള്ള ബോധമാണ്. അത് ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ഒരു സിമ്പിൾ ചോദ്യത്തിന് മറുപടി പറയൂ. ഒരു സിമ്പിൾ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. കുമളിയിൽ നടന്ന സംഭവത്തിൽ അങ്ങയുടെ നിലപാട് എന്താണ്? ഹമാസ് ഭീകരർ കൊല്ലപ്പെടുമ്പോ മയ്യത്ത് നിസ്കാരം ചെയ്യുന്ന ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെടുമ്പോ മയ്യത്ത് നിസ്കാരം നടത്തുന്നവരോട് എന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തെ? ഞങ്ങൾ ഖുർആനെ ബഹുമാനിക്കുന്നു, മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നു. അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്താ നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാത്തെ? എങ്ങനെ മേഡം കേൾക്ക്, ഞാൻ പറയാം. കുമളിയിൽ നടന്നത് പച്ചമരത്തിലെ തോന്യാസമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കാശ്മീർ
അവരുടെ പ്രവർത്തനം, മോശമായ പ്രവർത്തനത്തെ ഇസ്ലാമിനെ ആക്ഷേപിക്കരുത്, മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കരുത്. മുസ്ലിം ലീഗ് തുറന്ന പുസ്തകമാണ്. ഞാൻ കിട്ടാൻ അജണ്ട ഇല്ല, ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലീഗ് കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാബരി പള്ളി തകർക്കപ്പെട്ടപ്പോ എന്താണെന്നോ ശാബ്ദങ്ങൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾ ക്ഷേത്രങ്ങൾ കാവലിരിക്കുക. എന്താ കാര്യം അറിയോ? ഏതെങ്കിലും ക്ഷുദ്രജീവികൾ ക്ഷേത്രങ്ങൾ ആക്രമിക്കാതെ മുസ്ലിങ്ങൾക്ക് തള്ളി വരുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ആരെയും ഭയപ്പെട്ടില്ല, ആരെയും ഭയപ്പെട്ടില്ല പറയുന്നത്. ഞങ്ങളെ ബോധമാണത്. അതാരും ആരെയും ഞങ്ങൾ ഏതെങ്കിലും BJP ഗവൺമെന്റ് ഭയപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. ആയുധം വെച്ച് ഇസ്മായിൽ സാഹിബ് പഠിപ്പിച്ച അതാണ്. എന്ത്? രാജ്യസ്നേഹം, രാജ്യത്തിന്റെ നിർമ്മിതി, അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ എന്തിനാണ് BJP പിന്നെ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു അപലപിച്ച് ഒരു പ്രസ്താവനയെങ്കിലും നിങ്ങൾക്ക് ഇറക്കാമല്ലോ? ഇസ്ലാം സഹോദരങ്ങൾ ഒരു വർഗീയ ലഹള ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ? എന്നാ ചർച്ചക്കിടക്കിത്തിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഏറ്റവും കൂടുതൽ സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഖുർആൻ പറയുന്നു, നിങ്ങൾ സഞ്ചരിക്കണം, ദൈവത്തിന്റെ പ്രകൃതിയെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ അരുവികൾ കാണണം, മലകൾ കാണണം, ഗോളങ്ങൾ കാണണം. അങ്ങനെ പറഞ്ഞ മതമാണ് ഇസ്ലാം. സഞ്ചാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഒരിക്കലും സഞ്ചാരികളെ തടസ്സപ്പെടുത്താൻ പാടില്ല. അതാരായാലും, ഇസ്രായേലി ആയാലും അറബി ആയാലും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഭവം മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ അപമാനിക്കാനുള്ള ശ്രമം ഞങ്ങൾ സമ്മതിക്കില്ല. എന്തുകൊണ്ടറിയോ? ഞങ്ങൾ അങ്ങനത്തെവരല്ല. ഞങ്ങൾ തീവ്രവാദികൾ എതിർക്കുന്നവരെന്ന് മാത്രമല്ല, തീവ്രവാദം എതിർത്തുകൊണ്ടാണല്ലോ ലീഗിന് ഒരുപാട് മണ്ഡലങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നത്. ഞങ്ങൾ ഇപ്പോൾ തുറന്നു ഒരാളെയും ഭയപ്പെട്ടിട്ടല്ല. മതത്തിലേക്ക് പോകണം, മുസ്ലിം ലീഗിനെ കണ്ട് പഠിക്കണം. പറയുന്നത് ഈ സംഭവത്തിന്റെ പേരിൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ്. അങ്ങനെയാണോ ഷോൺ ഈ വിഷയത്തെ കാണേണ്ടത്? അങ്ങനെയാണ് സമീപിക്കേണ്ടത് നമ്മൾ? ഇവിടെ സംസാരിച്ച ആളുകൾ പല ആരൂപത്തിൽ പോയി. ഇസ്ലാമായിട്ട് ആരും ബന്ധം ഇതിനില്ല. ഈ കുമിളിയിലെ സംഭവം ഇസ്ലാമായിട്ട് ആരും ബന്ധമില്ല. അങ്ങ് പറയാനുള്ളത് പറഞ്ഞു. ഷോൺ സംസാരിക്കട്ടെ, ഒരു സെക്കൻഡ്. ഷോൺ, ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ. ഞാൻ അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പാണക്കാട് ശിഹാബ് തങ്ങൾ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള മതേതരത്വം അല്ലെങ്കിൽ മതേതര ചിന്താഗതികളും അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളും ഒക്കെ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി കാണുന്നവരാണ്. ഖുറാനെ ബഹുമാനിക്കുന്നു, അതിലപ്പുറത്ത് മുഹമ്മദ് നബിയെ, പ്രവാചകനെ ബഹുമാനിക്കുന്നു. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതും ഖുറാനിലുള്ളതുമൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ ഹമാസിൻ്റെ തീവ്രവാദ നേതാവ് കൊല്ലപ്പെടുമ്പോൾ മയ്യത്ത് നിസ്കാരം നടത്തുന്ന സംഘടനയോട് നിങ്ങളത് ചെയ്യാൻ പാടില്ല മക്കളെ, അത് ഈ രാജ്യത്തിനെതിരാണ്, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരാണ്, ഈ രാജ്യത്ത് അത് വലിയ രീതിയിലുള്ള മതേതരത്വത്തിനെതിരാണ്, അത് ഈ രാജ്യത്ത് വലിയ രീതിയിൽ വർഗീയത വളർത്തും, ഇത്തരത്തിലുള്ള വിഘടനവാദം ഈ രാജ്യത്ത് പാടില്ല എന്ന് എന്തേ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല? കഴിഞ്ഞ ദിവസം നമ്മുടെ KT ജലീൽ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ സ്വർണ്ണക്കടത്തിനെതിരെ മതവിധി ഉണ്ടാകണം എന്ന് പറഞ്ഞത്, മതവിധി എന്തിനാ ഉണ്ടാകണം എന്ന് ചോദിച്ചു. പക്ഷേ മതവിധി ഉണ്ടാകണമെന്ന് അത് ജലീല് യഥാർത്ഥത്തിൽ ലീഗിന് നേരെ ഉയർത്തിവിട്ട ഒരു അസ്ത്രമായിരുന്നു. എങ്കിൽ പോലും മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അത് തെറ്റാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് തെറ്റാണ് എന്നുള്ള മതവിധി. ശരിയാണ് ഷോൺ, പല വിഷയങ്ങളിലും മുസ്ലിം ലീഗിന് വളരെ കൃത്യമായ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല.